വരേടം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊരു സാധാരണ ഡെൻഡ്രോബിയാണ്. അതിൽ ഒരു തൈ വന്നിരിക്കുന്നതാണ് കാണുന്നത്. അതിൻ്റെ ചുവട്ട് ഞാൻ 2-3 കരിക്കട്ടയൊക്കെ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്, വേറെ ഇതിലോട്ട് പിടിക്കാനായിട്ട്. എടുത്ത് മാറ്റാൻ സമയമായിട്ടുണ്ട്. അത് നേരത്തെ തന്നെ സാധാരണ രീതി മാറ്റേണ്ടതാണ്. പക്ഷേ ഞാനത് അവിടെ തന്നെ നിർത്തിയത് കൊണ്ട് ചെടി നന്നായിട്ട് വളരുകയും ചെയ്ത് അതിൽ വേഗം പൂ വരികയും ചെയ്തു. സാധാരണ നമ്മൾ എടുത്ത് മാറ്റി വെക്കുന്ന ചെടിയിൽ അത് ആ വളർച്ച അവിടെ കൊണ്ടങ്ങ് മുരടിക്കും. അതിൽ പിന്നെ മിക്കവാറും ഒക്കെ തൈയാണ് വരുന്നത്. ചെറിയ തൈ വന്ന് പിന്നെ അത് കുറേ സമയം എടുക്കും അത് പൂക്കാനായിട്ട്. പക്ഷേ നമ്മൾ ചെടി വെക്കുമ്പോൾ പൂ കാണുക എന്നുള്ളതല്ലേ ആഗ്രഹം. പക്ഷേ ഇങ്ങനെ വരുന്ന തൈകളൊക്കെ അതിൽ ചെടിയിൽ തന്നെ നിർത്തിയാൽ വേഗം പൂ വരും. ഇത് കണ്ടോ, അത് ആ തണ്ടിൽ ധാരാളം തൈകൾ വന്നിട്ടുണ്ട്. ഇത് വേറൊരു പൂക്കുലയാണ്. വന്ന തൈകളൊക്കെ ഇത് കണ്ടോ, വേറൊരു ചെടിയിൽ തൈകൾ വരുന്നത് കണ്ടോ. തൈകൾ ധാരാളം വന്നിട്ടുണ്ട്. ചെറിയ അതൊരു കമ്പ് ഉണങ്ങി നിന്നതാണ്, ഇലയില്ലാതെ. അതിൽ തൈ വന്നു. അതുപോലെ വേറൊരു കമ്പിൻ്റെ അറ്റത്ത് തൈ വന്ന് നിൽക്കുന്നു. ഇത് ഞാൻ ആദ്യം തന്നെ മറ്റേ ആ പൂത്ത് നിൽക്കുന്ന തൈയേക്കാളൊക്കെ 1 മാസം മുമ്പേ മാറ്റി വെച്ച 1-2 മാസം മുമ്പേ മാറ്റി വെച്ചാണ്. അതവിടം കൊണ്ടങ്ങ് വളർച്ച മുരടിച്ച് നിൽക്കുകയാണ്. അതിൽ പിന്നെ ഒരു ചെറിയ തൈ വരുന്നുണ്ട്. അതിന് ആ തൈയും കൂടെയൊക്കെ വലുതായി ആ തൈയിലായിരിക്കും സാധാരണ പൂ വരുന്നത്. എന്നാൽ അതിന് ശേഷം 2 മാസം കഴിഞ്ഞ് വന്ന തൈയാണ് ആ ചെടിയിൽ തന്നെ നിന്ന് നല്ല നീളത്തിൽ അത് വളർന്നിട്ടുണ്ട്. ആ തൈക്ക് നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. അത് പൂക്കുകയും ചെയ്ത്. അപ്പോൾ നമ്മൾക്ക് പൂ കാണാൻ ആണ് ധൃതിയെങ്കിൽ നമ്മൾ വരുന്ന തൈകൾ പറിച്ച് മാറ്റാതെ അതിൽ തന്നെ നിർത്തുകയാണെങ്കിൽ അത് വേഗം വളരുകയും ചെയ്യും, വേഗം പൂവിടുകയും ചെയ്യും. അതേസമയം പറിച്ച് മാറ്റുകയാണെങ്കിൽ നമ്മൾ പറിച്ച് വെച്ച തൈ അവിടെ വളർച്ച മുരടിച്ച് നിന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൽ നിന്നൊരു ചൂട് വേറൊരു തൈ വന്ന് ആ തൈ വളർന്ന് കിട്ടിയിട്ടാണ് പിന്നെ പൂവിടുന്നത്. പക്ഷേ നമ്മുടെ മദർ പ്ലാന്റിൽ നിൽക്കുന്ന പോലെ വേഗം വളരുന്നുമില്ല. അതുകൊണ്ട് ഇനി വന്നിരിക്കുന്ന തൈകളൊക്കെ ഇനിയും ഒരു പൂ വന്ന ശേഷം പൂട്ടിലേക്ക് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാകുമ്പം വേഗം അത് വളർന്നും കിട്ടും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. താങ്ക് യു. അവസാനം വരെ കണ്ടതിന് താങ്ക്സ്.